എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വന്നിരിക്കുന്ന ഒരു സ്റ്റെയർ കേസിൻ്റെ വീഡിയോ ആയിട്ടാണ്. സിമ്പിളായിട്ടൊരു സ്റ്റെയർ കേസാണത്. GP ട്യൂബിലാണ് നമ്മൾ സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 സ്ക്വയർ ട്യൂബും 2 റെറ്റും, പിന്നെ ഇതിനിടയിൽ നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ട്യൂബ് 8 mm ആണ്. ഇത് സാധാരണ സ്റ്റീലാണ് കൂടുതലും ആദ്യമൊക്കെ ചെയ്തിരുന്നത്. ഇപ്പോൾ പുതിയ ട്രെൻഡായി കാരണം ഇപ്പോൾ GP ട്യൂബിലാണ് പുതിയ ട്രെൻഡുകൾ വരുന്നത്. ഇത് തേക്കിൻ്റെ കളറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് വളരെ മനോഹരമായിരിക്കും കാണാൻ. പിന്നെ അത് സാധാരണ സ്റ്റീലിനും കോസ്റ്റ് നോക്കുമ്പോൾ രണ്ടും സെയിം ആണ്. ഏകദേശം സ്റ്റീലും GP ട്യൂബും നമ്മൾ ഫുൾ പെയിൻറ്റിങ് ഒക്കെ വരുമ്പോൾ ഏകദേശം സ്റ്റീലിൻ്റെ അതേ റേറ്റ് വരും. പക്ഷെ മരം ഇതൊക്കെ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ലാഭമാണ്, നമുക്ക് എക്സ്പെൻസ് കുറവാണ് GP ട്യൂബിൽ ചെയ്യുമ്പോൾ. പിന്നെ GP ട്യൂബിലാവുമ്പോൾ നമുക്ക് നമുക്ക് ഒരു 2-3 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. മറ്റുള്ള സ്റ്റീലൊക്കെ അപ്പോൾ അത് ഒറ്റ കളറായിട്ട് നിൽക്കും. ഇതാകുമ്പോൾ നമുക്ക് കുറേ കഴിഞ്ഞാൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്താൽ നമുക്ക് ഏതെങ്കിലും കളറിലേക്ക് മാറ്റും ചെയ്യാം. സ്റ്റീലൊക്കെ നമുക്ക് ഒരു ഒറ്റ കളർ മാത്രമല്ലേ കാണുന്നുള്ളൂ, എത്ര വർഷമായാലും ഒരു സ്റ്റീലിൻ്റെ കളർ തന്നെ ഉണ്ടാവുള്ളൂ. കൊല്ലത്തിലൊരിക്കൽ നമുക്ക് ഇടയ്ക്കൊരു പെയിൻറ്റിങ് വേണ്ടി വരും കുറച്ച് കഴിയുമ്പോൾ. അതിനിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ടോപ്പ് റെയിൽ മരം പാൻറ് വെച്ചിട്ടാണ്. ഏറ്റവും കൂടുതൽ പിടിച്ച് കയറുന്ന ഭാഗം ടോപ്പ് റെയിലാണല്ലോ. പിന്നെ കുട്ടികളൊക്കെ വല്ല എന്തിനോടൊക്കെ ഒന്ന് വരയ്ക്കുക അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെയിൻ്റ് ഇളകി പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ മരം പാനൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനാണ് 1.5 ട്യൂബ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മരത്തിൻ്റെ കോസ്റ്റ് നോക്കുമ്പോൾ ചെറിയൊരു കോസ്റ്റ് നമുക്ക് വരുള്ളൂ. ഫുള്ളും മരമാകുമ്പോൾ നല്ല ചിലവ് വരും നമുക്ക് മരത്തിന്. റോട്ടറൊക്കെ അടിച്ച് പിന്നെ അതേപോലെ പട്ട ഓടിച്ച് അതിൻ്റെ മുകളിൽ കുറച്ചധികം ചിലവ് നമുക്ക് വരും. ഇങ്ങനെ നമുക്ക് ചിലവ് കുറച്ച് കുറവാണ്. പിന്നെ ഇപ്പോൾ മരം നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിച്ചാലും തേക്കിൻ്റെ പെയിൻ്റ് അടിച്ചാലും കുറച്ച് കാലം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. കുറച്ച് കാലം അധികം കാലം നിൽക്കുകയും ചെയ്യും. മറ്റേ അതേപോലെ തന്നെ നമ്മൾ മരം ചെയ്യുമ്പോൾ ചതര് പിടിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. പിന്നെ പെയിൻ്റ് ഇളകി പോവുക കുറേ കഴിയുമ്പോൾ. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ചതര് പിടിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ പറയുക വെച്ചെങ്കിൽ GP ട്യൂബ് കുറേ കാലം നമുക്ക് നിൽക്കും, കംപ്ലൈൻറ്റില്ലാതെ നിൽക്കും. നല്ല രീതിയിൽ നമ്മൾ മെയിൻ്റെനൻസ് ചെയ്ത് പെയിൻ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നിൽക്കണ ഒരു ട്യൂബാണത്. പിന്നെ അതേപോലെ തന്നെയാണ് നല്ല സ്ട്രോങ് ആണിത്. സ്റ്റീലിൻ്റെ ഒക്കെ പോലെ തന്നെയാണ് സ്ട്രോങ് ആണ് വർക്ക്. പിന്നെ എല്ലാവരും ഇപ്പോൾ GP ട്യൂബിലേക്കാണ് വർക്ക് ചെയ്യുന്നത്. ചില സ്റ്റീൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു കളറല്ല, സ്റ്റീലിനൊരു കളർ മാത്രമായിട്ടാണ് കാണുക. GP ട്യൂബ് ആകുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും കളർ ചേഞ്ച് ചെയ്യാം. GP ട്യൂബിന് അങ്ങനെ പ്രത്യേകം നമുക്ക് പെയിൻറ് ചെയ്തിട്ട് കളർ ചേഞ്ച് ചെയ്യാനൊക്കെ നമുക്ക് എപ്പോഴും നമുക്ക് ഇനി ഏതെങ്കിലും കാലത്ത് ഈ തേക്കിൻ്റെ കളർ മാറ്റാൻ തോന്നിയാൽ നമുക്ക് മാറ്റും ചെയ്യാം. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ നമ്മൾ ഇട്ടിരുന്ന ബേസ് സ്റ്റീലിൻ്റെ ബേസാണ്. നമുക്ക് ഇതിൻ്റെ മുകളിൽ അടിക്കുന്ന തേക്കിൻ്റെ കളർ തന്നെ നമുക്ക് അതുമ്മി കോട്ട് ചെയ്യാമെന്നുള്ളൂ. പെട്ടെന്ന് ഇളകി പോരൊന്നുമില്ല നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ. പരമാവധി എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിലും നല്ല വെറൈറ്റി വർക്കുകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അടുത്ത നമുക്ക് നല്ല വെറൈറ്റി മോഡലുകളായിട്ട് വരാം. പരമാവധി എല്ലാവരും ചാരിപ്പടികളാണ് കാണുന്നത്. സ്റ്റെയർ കേസ് വീഡിയോ ഒന്നും ആരും കാണുന്നില്ല. കൂടുതൽ നമ്മുടെ വീഡിയോസ് കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്കും ചെയ്യുക. താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോ
കാണുന്നവരെ താങ്ക് യു.